കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഡൽഹിയിൽ നേതാക്കളുടെ നിർണായക കൂടിക്കാഴ്ചകൾ. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും AICC ആസ്ഥാനത്തെത്തിയിട്ടുണ്ട്. VG വിനീത ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിനീത, മസൂദ് മിസ്ത്രി പറയുന്നു നാളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ചേരുമെന്നാണ്. അപ്പോൾ നാളത്തെ ആ യോഗത്തിലായിരിക്കുമോ സ്ഥാനാർത്ഥി കാര്യത്തിൽ അന്തിമ തീരുമാനം? ഇന്നത്തെ ചർച്ചകൾ എവിടെ വരെ എത്തി? അതില്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ AICC ആസ്ഥാനത്താണ്. അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ AICC ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ മധുസൂദൻ മിസ്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഒപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു യോഗം എന്നതിനപ്പുറം ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ആദ്യഘട്ടത്തിൽ 60 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം വെക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലേക്കുള്ള ചർച്ചകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ AICC ആസ്ഥാനത്ത് നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച കൂടി നടക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേസമയം ദില്ല സൂചിപ്പിച്ചതുപോലെ നാളെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. ആ യോഗം ആദ്യഘട്ട പട്ടിക അംഗീകരിച്ചാൽ അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തീയതി കൂടി വരുന്നൊരു പശ്ചാത്തലത്തിൽ അതനുസരിച്ചായിരിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നേതാക്കൾ പറയുന്നത്. ഏതാണെങ്കിലും ആദ്യഘട്ടത്തിൽ 60 സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ സംവരണ സീറ്റുകളൊപ്പം തന്നെ സിറ്റിംഗ് MLA ഉൾപ്പെടുന്ന സീറ്റുകളൊക്കെ ആയിരിക്കും ഈ ആദ്യഘട്ടത്തിൽ വരുന്നത്. അതിൽ 20 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ 40 ഉൾപ്പെടെയുള്ള 40 മണ്ഡലങ്ങളിലെ ചർച്ചകൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലെന്നാണ് അറിയാൻ കഴിയുന്നത്. വട്ടിയൂർക്കാവ്, ഒപ്പം തന്നെ വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മണലൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഒറ്റ സ്ഥാനാർത്ഥി പേരുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളും ആദ്യ പട്ടികയിൽ ഇടം നേടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിൽ ഇന്ന് ഈ നേതാക്കൾ പറഞ്ഞത് ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന നേതാക്കൾ ഒരു പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചില നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലേക്കുള്ള ചില പ്രതികരണങ്ങൾ കൂടി വന്ന പശ്ചാത്തലത്തിലാണ് KPCC അധ്യക്ഷൻ തന്നെ അത്തരം ഒരു പ്രതികരണം നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ AICC ആസ്ഥാനത്ത് ഈ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയാണ്. നാളെ വൈകിട്ട് 5 മണിക്കാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള യോഗമാണ്. നേതാക്കളടക്കം യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗമായിരിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സജ്ജമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും അല്പസമയം മുൻപ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.